നമസ്കാരം. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യങ്ങളിൽ ഒന്നാണ് വിവാഹം. എന്നാൽ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുമ്പോൾ പലർക്കും വിവാഹ ജീവിതം ശുഭകരമായി ഭവിക്കണം എന്നില്ല. പല വിധത്തിലുള്ള ദോഷകരമായ കാര്യങ്ങളും അവരുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാം. മനസമാധാനം നഷ്ടപ്പെട്ടു പോകുന്നതായ സാഹചര്യം പോലും ഉണ്ടായി എന്ന് വരാം. എന്നാൽ ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് ഒന്നിൽ കൂടുതൽ വിവാഹത്തിന് സാധ്യതയുണ്ട് എന്ന് തന്നെ പരാമർശിക്കാം. ഒന്നിൽ കൂടുതൽ വിവാഹത്തിന് സാധ്യതയുള്ള സ്ത്രീ പുരുഷ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാം. ഈ പറയുന്നതിൻ്റെ അർത്ഥം ഈ നക്ഷത്രക്കാർ ഏവരും ഇത്തരത്തിൽ വിവാഹം കഴിക്കും എന്നല്ല. കാരണം പറയുന്നത് പൊതുഫലപ്രകാരമാകുന്നു. വിവാഹത്തിന് ജാതകം നോക്കുന്നതായ അവസരത്തിൽ ഇത്തരത്തിലൊരു യോഗമുണ്ട് എങ്കിൽ അത് തീർച്ചയായും അറിയുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇത്തരത്തിലൊരു യോഗമുണ്ട് എങ്കിൽ പോലും അത്തരത്തിലുള്ള ദോഷകരമായ ഈ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും അകന്ന് പോകുന്നതായ ചില സാഹചര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തേതാണ് ചില വ്യക്തികൾക്ക് ഉണ്ടാകുന്നതായ പ്രണയബന്ധവും പിന്നീട് ആ പ്രണയബന്ധത്തിൽ ഉണ്ടാകുന്നതായ തകർച്ചയും. കൂടാതെ ചില വ്യക്തികൾക്ക് വിവാഹം ഉറപ്പിക്കും എങ്കിൽ പോലും നടക്കണം എന്നില്ല, മുടങ്ങിപ്പോകുന്നതാണ്. ഇത്തരത്തിൽ സംഭവിച്ചവർക്കും ഈ യോഗം ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞ് പോകാവുന്നതാണ്. അതിനാൽ ജാതകത്തിൽ ഇത്തരത്തിൽ യോഗമുണ്ട് എങ്കിൽ പോലും ഈ കാരണങ്ങൾ കൊണ്ട് അത് ഒഴിഞ്ഞ് പോകാവുന്നതുമാണ്. എന്നാൽ പൊതുഫലപ്രകാരം നോക്കുമ്പോൾ ആയില്യം, തൃക്കേട്ട, രേവതി, അത്തം, രോഹിണി, തിരുവാതിര, മകീരം, ചിത്തിര, അവിട്ടം എന്നീ നക്ഷത്രക്കാർക്കാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതൽ. പറയുന്നത് പൊതുഫലപ്രകാരമാണ്. അതിനാൽ ജാതകപ്രകാരം ഇത്തരത്തിലൊരു യോഗം ഉണ്ട് എങ്കിൽ മാത്രമാണ് അവരുടെ ജീവിതത്തിൽ അത് നടക്കൂ. പൊതുഫലപ്രകാരം പരാമർശിക്കുന്ന കാര്യങ്ങൾ ജാതകപ്രകാരം സംഭവിക്കണം എന്നില്ല. അതിനാൽ ആ കാര്യത്തിലും ശ്രദ്ധ പുലർത്തുക. ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക.